ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞ് പോലത്തെ ഒരു ബോണ്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല അടിപൊളി ഒരു ബോണ്ട. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒരു ബൗൾ ഞാനിത് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഈ പാത്രത്തിന് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പുളിയില്ലാത്ത തൈര്, ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അപ്പോൾ നല്ല പഞ്ഞ് പോലത്തെ ഒരു ബോണ്ടയ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം മക്കളൊക്കെ സ്കൂൾ വിട്ടുനിന്ന് വരുന്ന സമയത്ത് ഇത്തിരി നേരത്തെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ആ തൈരിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണിനും താഴെ മതി ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒരു 1.5 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം, നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കലക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ ബൗൾസ് ഇങ്ങനെ വരും. അതുവരെയും കലക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ കലക്കിയെടുക്കണം. നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക, നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ആ ബൗൾസ് വരുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, ചെറുതായിട്ട് ബൗൾസ് എല്ലാം ഇങ്ങനെ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏത് പാത്രത്തിലാണോ തൈര് എടുത്തത് അതേ പാത്രത്തിൽ തന്നെ 2 പാത്രം നിറച്ച് മാവ് ഞാൻ 2 ബൗൾ നിറച്ച് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് 2 തണ്ട് കറി ലീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകമല്ല, നല്ല ജീരകം, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം, ഞാൻ ആ തൈരെടുത്ത പാത്രത്തിലാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊക്കെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. തൈര് നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് വെള്ളമായാലും നല്ല പരുവത്തിന് അത് കിട്ടത്തില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിത് മൈദ മാവാന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, വിട്ടുപോയെന്ന് അറിയത്തില്ല. മൈദ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെടുത്ത് ഒന്നുകൂടെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ എണ്ണ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് വീർത്ത് വരും കേട്ടോ. ഒരുപാട് അല്ലെങ്കിൽ നമ്മൾ വലുതായിട്ട് ഇടുവാണെങ്കിൽ ഒത്തിരി വലുതായി പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിൽ വെച്ചാൽ മതിയാവും. ഒരുപാട് കൂട്ടി വയ്ക്കരുത്, പിന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ നമുക്ക് മൂപ്പിച്ച് കോരിയെടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കർണാടക സ്റ്റൈല് മൈസൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടോ. ആ ജീരകമൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്തിട്ട് മല്ലിയിലയും ജീരകവും കറിവേപ്പിലയും ഒക്കെ ഉള്ള അതിൻ്റെ മണം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവൊക്കെ കൊച്ചുമക്കൾക്ക് കൊടുക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ മുളകൊക്കെ ഒന്ന് കുറച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ വലിയവർക്കായതുകൊണ്ട് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് അത്ര എരിവുമില്ല കേട്ടോ. ബാക്കിയെല്ലാം ഞാനിതുപോലെ ഒന്ന് പൊരിച്ച് കോരി എടുക്കുന്നുണ്ട്. ഇത് തേങ്ങാ ചട്നി ഇല്ലേ, തേങ്ങാ ചമ്മന്തി, അതിൻ്റെ കൂടെ നമുക്ക് അത് വേണമെങ്കിൽ എടുത്താൽ മതി. ഇല്ല കട്ടൻ ചായ മാത്രം, ചായ ആണെങ്കിൽ കാപ്പി എന്താണോ അങ്ങനെ എടുക്കാം. പക്ഷേ ഞാൻ ഇത്തിരി ഒരു ചമ്മന്തിയും കൂടെ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. ചമ്മന്തിയുടെ ചട്നിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, ഞാനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്.
നല്ല പഞ്ഞുപോണൊക്കെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതാ ബാക്കിയെല്ലാം ഞാനിതുപോലെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാ ചട്നിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കട്ടനാണ് എടുക്കുന്നത്. കട്ടൻ കാപ്പിയും കൂടെ കട്ടൻ ചായയും കൂടെ എടുത്തിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് എടുത്തത് കേട്ടോ. അപ്പോൾ ചൂട് കട്ടൻ ചായയും നല്ല തേങ്ങാ ചട്നിയും ഇഞ്ചിയൊക്കെ ചേർത്ത ചട്നിയും അതുപോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബോണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. കാണുന്നവർ കണ്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവല്ലേ. ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ ഇത് വലിയ പാടൊന്നുമില്ല. എളുപ്പം നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത് നാളെ ഇതേ ഒരു വീഡിയോ ആയിട്ട് ഈ സമയം കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.